നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വേസ്റ്റ് ക്ലോത്തുകളാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം വെച്ച് ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ക്ലോത്തുകളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്തിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ക്ലോത്തിൽ നിന്നും ഇതുപോലൊരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ വേസ്റ്റ് കോട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതിനകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തുണി കഷ്ണങ്ങളും എടുക്കാം. പിന്നീട് നമ്മളിവിടെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട്, കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും എടുത്തിട്ടുണ്ട്. വേസ്റ്റ് കോട്ടൺ കുറച്ചെടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈർക്കിളിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്ത് ഇതിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം താഴെ വരുന്ന ഭാഗം കൂട്ടിപ്പിടിച്ച് നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. നൂല് വെച്ച് നല്ലതുപോലെ ടൈറ്റാക്കി നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കാം. വേസ്റ്റ് ക്ലോത്തുകളൊക്കെ വെച്ച് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് കോട്ടനാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ തുണി കഷ്ണങ്ങളാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ പീസുകൾ തന്നെയാണ് ഈർക്കിളിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഈർക്കിളിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ആർക്കും വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ഇനി നമുക്കത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. എത്ര വേസ്റ്റ് ക്ലോത്തുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്രയാസവും കൂടാതെ വളരെ പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് മുഴുവനായും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മളിതിൻ്റെ തണ്ടിലും ക്ലോത്തിൻ്റെ പീസ് തന്നെയാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്തിൽ നിന്ന് നമുക്ക് വീതി കുറഞ്ഞ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റി കൊടുക്കാം. നമ്മളിവിടെ അതെല്ലാം വേസ്റ്റ് ക്ലോത്ത് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിവിടെ 2 പൂമൊട്ടിൻ്റെ തണ്ടുകളിലേക്കും ചുറ്റിയെടുക്കാനുള്ളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് ചുറ്റി കൊടുക്കുന്നത്. നല്ലതുപോലെ ടൈറ്റാക്കി നമുക്കതൊന്ന് ചുറ്റി കൊടുക്കാം. 2 പൂമൊട്ടുകളുടെ തണ്ടിലും ഇത് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇലകൾ ചെയ്തെടുക്കണം. നമ്മൾ തണ്ടിൽ ചുറ്റി കൊടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇലകളും ചെയ്തെടുക്കുന്നത്. വേസ്റ്റ് ക്ലോത്ത് വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ഒരു പൂമൊട്ടിൻ്റെ തണ്ടിലും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതിൽ പൊങ്ങി നിൽക്കുന്ന നൂലുകളെല്ലാം നമുക്ക് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുക്കണം. ഇതിൽ നൂലുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, അതെല്ലാം നമുക്കൊന്ന് കളയാം. അപ്പോൾ നമ്മളിവിടെ ലൈറ്റർ വെച്ച് അതൊക്കെ ഒന്ന് കളയുകയാണ്. വേസ്റ്റ് ക്ലോത്തുകളൊക്കെ വെച്ച് വേറെയും ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മുടെ ചാനലിൽ വേസ്റ്റ് ക്ലോത്തുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്നും കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതിൽ പൊങ്ങി നിന്നിട്ടുണ്ടായിരുന്ന നൂലുകളെല്ലാം ലൈറ്റർ വെച്ച് നമ്മൾ കളഞ്ഞെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിൽ നിന്നും ഇല ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറും കൂടെ വേണം. ഇതിൽ നിന്നും ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ക്ലോത്തിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്.
ഇനി നമുക്ക് ഇവിടെയായിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി നമുക്കിതുപോലെ ക്ലോത്ത് വെച്ച് തന്നെ ഇലകൾ ചെയ്തെടുക്കാം. ഇനി നമ്മളത് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇല ഈർക്കളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലയുടെ തണ്ടിലും നമുക്ക് ക്ലോത്തിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പം നമ്മൾ വേസ്റ്റ് ക്ലോത്ത് വെച്ചാണ് പൂമൊട്ടുകളും ഇലയും ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളതിൻ്റെ തണ്ടിൽ ചുറ്റി കൊടുത്ത് അതിൻ്റെ ലാസ്റ്റിലും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ഇതിലും പൊങ്ങി നിൽക്കുന്ന നൂലുകളെല്ലാം നമ്മൾ ലൈറ്റർ വെച്ച് നുറുക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുത്തതുപോലെ തന്നെ വേറെ കുറച്ച് പൂമൊട്ടുകളും ഇലകളും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത്രയും പൂമൊട്ടുകളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇലകളും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എളുപ്പമല്ലേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ക്ലോത്തുകളെല്ലാം വെച്ച് ഇതുപോലെ ഒരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം ഇതിനകത്തേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. LED ബൾബിൻ്റെ ബോക്സ് വെച്ചാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നായി നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോവരുതേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മളിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ലൈക്ക് തരിക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.